എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കിപ്പോൾ എന്നെ പേടിയാണ് എന്നാണ് അഭിപ്രായം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു തമ്പ് മാത്രം കാണിച്ചിട്ടാണ് മിക്ക വീഡിയോസിനും അദ്ദേഹം കമൻറ്റ് ചെയ്ത് പോകുന്നത്. എന്താണോ ഞാൻ അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓക്കെ എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ ചേട്ടന് നേരത്തെയൊക്കെ എന്നോട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് ഇന്ന് ഞാൻ മോര് കറി ഉണ്ടാക്കി. മോര് കറി എന്ന് പറയുമ്പോൾ ഈ തേങ്ങ അരച്ച് അതുകൂടെ ചേർത്തിട്ടുള്ള മോര് കറിയെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ എളുപ്പവും ഇഷ്ടവും തോന്നിയിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന രീതിയിലാണ്. സാധാ നമ്മൾ തേങ്ങ അരച്ചാണ് വയ്ക്കുക കൂടുതലും പേരും. പക്ഷെ അതല്ലാതെ വയ്ക്കാം. തേങ്ങ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. പിന്നെ അത് എടുത്തുകൊണ്ട് വന്ന് അരയ്ക്കണ്ടേ, തിരുമ്മി അരയ്ക്കണ്ടേ. അതിലും നല്ലത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കേടൊന്നും ഉണ്ടാവില്ല. അപ്പം കഴിഞ്ഞ ദിവസം പച്ചക്കറിക്കാർ വന്നത് വഴി അപ്പോൾ അവരോട് നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട് ഇവിടെ നിർത്തും വാതിക്കൽ. അപ്പോൾ അത്യാവശ്യം കുഞ്ഞു കഴിക്കുന്നത് ഞാൻ വാങ്ങിക്കുക. അവൾക്ക് കൂർക്ക ഇന്നലെ കൊടുത്തിട്ട് ഇങ്ങനെ അത് പെറുക്കി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അത് കഴിക്കും. അപ്പോൾ അത് വാങ്ങി, മുരിങ്ങക്കായ വാങ്ങി, ബീട്രൂട്ട്, പച്ചമുളക് എന്തായാലും ഞാൻ വാങ്ങിക്കും. പിന്നെ സവാള, കിഴങ്ങ്, തക്കാളി അതൊക്കെ വാങ്ങിച്ചു. ഏത്തപ്പഴം ഉണ്ടായിരുന്നു, ഏത്തപ്പഴവും വാങ്ങിച്ചു. അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും ഒരു ഏത്തപ്പഴം കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസമൊന്നും അവൾ കൊടുക്കാറില്ലെങ്കിൽ മാക്സിമം ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് അവൾ കഴിക്കും, ബാക്കി എനിക്ക് കൊണ്ട് തരും. അല്ലെങ്കിൽ എടുത്തൊരു ഇന്നൊരു ഏറൊക്കെ കൊടുത്ത് ഞാനപ്പോൾ ഒരു കൊട്ടും കൊടുത്തിട്ടുണ്ട്. കാരണം അതൊന്നും ശരിയല്ലല്ലോ, അതൊന്നും ഞാൻ അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു തൈര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത് കറി വെച്ചത് ഞാൻ ഈ കൂടുതലിനകത്ത് ഈ ജീരകം, നല്ല ജീരകം ഇടുന്ന എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി വെക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ജീരകം എടുത്തിടും. കാരണം അത് കടിക്കും, അതിലൊരു ടേസ്റ്റും കൂടി ഇതിൽ വരും. അപ്പം എനിക്കറിയത്തില്ല ഇതൊക്കെ ചേർക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചേർക്കും. എണ്ണ ചൂടാക്കി കടുക് ഞാൻ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല. സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ ആണെങ്കിൽ മാത്രമേ ഞാൻ കടുക് ഇടാറുള്ളൂ. പക്ഷെ കടുക് ഇടുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കടുക് യൂസ് ചെയ്യില്ല. അപ്പം കടുക് ഇടുന്നവർക്ക് കടുകൊക്കെ ഇടും. പക്ഷെ ഉലുവ ഇത്തിരി കൂടുതലിടും. ഉലുവ ഇടും എന്ന് പറഞ്ഞിട്ട് ഉള്ള ഉലുവ മുഴുവൻ ഇടുമെന്നല്ല, കുറച്ചിടും. നമ്മളൊന്ന് പിടിച്ചാൽ എടുക്കുന്നതിന്, നമ്മൾ ഉപ്പൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് പിടിച്ചാൽ കിട്ടത്തില്ല. അത്രയും കൈ ഉപയോഗിച്ചല്ല, ആ ഒരു അളവ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത്രയും ഉലുവയിടും. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ജീരകം ഇടും. ഒരു നുള്ള് ജീരകം എന്ന് പറയത്തില്ല, അതുപോലെ ജീരകം ഇടും. എന്നിട്ട് പച്ചമുളക് ഈ എണ്ണയ്ക്കകത്തിലാണല്ലോ ഇതിടുന്നത്. 1-2 പച്ചമുളക് കീറിയിട്ട് ഒറ്റ കീറൽ നടുക്കൂടെ കീറിയിട്ട് അതും ഒന്ന് എണ്ണയിൽ മൂപ്പിക്കും. കറിവേപ്പില ഇടും കേട്ടോ, കൂടുതൽ കറിവേപ്പില ഇടും. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ഇടും. ഇന്ന് ഉണ്ടായിരുന്നു, കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ തൈര് നന്നായിട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണല്ലോ ഈ തൈര് ഒഴിക്കുക. ആ കവറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകി ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, ഇളക്കുക. ഇതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഇടുക. ചിലർ മഞ്ഞൾപ്പൊടി കുറച്ചാണ് ഇടുന്നത്. എനിക്കിച്ചിരി കളറൊക്കെ ഒരുപാടാവില്ല, പക്ഷേ ഒരു വെളുത്തിരിക്കാത്ത രീതിയിലുള്ള മഞ്ഞ കളർ വരണം. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഓക്കെ. ഇതായിരുന്നു എൻ്റെ മോര് കറി. ഇന്നങ്ങനെ മോര് കറി ഉണ്ടാക്കിയിട്ട് കുപ്പിയുടെ അതുണ്ടെങ്കിൽ ചില്ലിൻ്റെ കുപ്പി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ ഒഴിച്ച് വയ്ക്കും. ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വയ്ക്കും. പിന്നെ സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു പാത്രമുണ്ട്, അതിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഇന്ന് മോര് കറി ഉണ്ടാക്കി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ പയർ വാങ്ങിച്ചപ്പോൾ ഇവിടെ നല്ലൊരു ചീര നിന്ന് എൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ് നല്ല രീതിയിൽ നിൽക്കുകയായിരുന്നു, പൂത്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് അവളെ ഈ ചീര നേരെയൊന്നും കൊടുക്കാമെന്ന് പിള്ളേരൊന്നും അങ്ങനെ കഴിക്കത്തില്ല, ചിലരൊക്കെ കഴിക്കും. അത് ഞാനിങ്ങനെ വിചാരിച്ച് ഈ പയറിൻ്റെ കൂടെ അതുകൂടെ ഇട്ട് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ പയർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു സവാളയൊക്കെ ചേർത്തിട്ട്, പച്ചമുളക് ഇടത്തുള്ളൂ ഞാൻ കേട്ടോ കൂടുതൽ. കാരണം ഈ പച്ചമുളക് ഇടുന്നതിൻ്റെ പിന്നിൽ വേറെ ഒന്നുകൂടിയുണ്ട്. എനിക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ആ എരിവിനൊരു ടേസ്റ്റ് ഉണ്ട്.
ശ്രദ്ധിച്ച് നോക്കിയാൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പം പച്ചമുളക് ഇടുള്ളൂ. അത് മാത്രമല്ല പിള്ളേർക്ക് നമ്മൾ ഉണ്ടാക്കുമ്പം നമുക്ക് ഇത്തിരി എരിവ് വേണമല്ലോ, കുട്ടികൾക്ക് അത്രയും വേണ്ട. അപ്പം നമുക്ക് എരിവ് വേണമെങ്കിൽ നമുക്ക് ഈ പച്ചമുളകൊന്ന് പാത്രത്തിലിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ അതിനകം ഒന്ന് പാത്രത്തിലിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എരിവ് അതിനകത്തുനിന്ന് വരും. നമുക്ക് ചോറിൻ്റെ കൂടെ എരിവും കിട്ടും. കുട്ടികൾക്ക് ഈ പച്ചമുളക് എടുത്ത് മാറ്റിയതിന് ശേഷം അല്ലാതെ ബാക്കിയുള്ളത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിയത്തില്ല, വലുതായിട്ട് അരിയത്തുള്ളൂ. അത് പണ്ട് ഞാൻ അമ്മയോടും പറയും, പച്ചമുളക് ഇടുമ്പോൾ വലുതായിട്ട് അരിയണേ, കാരണം എടുത്ത് മാറ്റാൻ എളുപ്പം. അമ്മയൊക്കെ ആണെങ്കിൽ ഈ തോരൻ അരിയുമ്പം, തോരൻ നമ്മൾ ചെറുതായിട്ടാണല്ലോ അരിയുന്നത്, അതേപോലെ കുനുകുനാന്ന് പച്ചമുളക് അരിഞ്ഞ് വെക്കും. നമ്മൾ വല്ലപ്പോൾ എടുത്ത് നേരെ കഴിക്കുന്ന പച്ചമുളകിലായിരിക്കും. അപ്പം പെട്ടെന്നുള്ള ആ ഒരു എരിവ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അന്നൊന്നും എനിക്ക് പച്ചമുളകിന് ഇഷ്ടമല്ലായിരുന്നു, ഈ എരിവ് ഭയങ്കരമാണ്. പക്ഷെ ഇന്ന് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ഒന്നാണ് ഈ പച്ചമുളക് എന്ന്. അത് ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം അങ്ങനെ അരിഞ്ഞപ്പോൾ ഞാനൊരു ചീരയും കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മെഴുക്കുരട്ടി. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വേറെ ഒരു പാത്രത്തിലല്ല, ചെറിയൊരു കുക്കറുണ്ട്. എത്ര ആണോ, 2 ആണെന്ന് തോന്നുന്നു, 2ൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ആകുമ്പോൾ കുറച്ച് മതിയല്ലോ നമുക്ക്. അതിൽ ഞാൻ നമ്മുടെ വാഷറുണ്ടല്ലോ, വാഷറെടുത്ത് മാറ്റിയിട്ട് അടച്ചു വയ്ക്കും. അപ്പം ഈ പുളി ആ കുക്കറ് അലൂമിനിയത്തിൻ്റെ കുക്കറാണ്, പുതിയതാണ്, അലൂമിനിയമാണ്. പക്ഷേ നമ്മളുടെ ഇൻഡക്ഷനിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അത് ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ട് ഈ ചില കറികളൊക്കെ, ഇപ്പം മോരൊക്കെ അലൂമിനിയം പാത്രത്തിലുണ്ടാക്കിയാൽ അത് രാസപ്രവർത്തനം നടക്കുമെന്നാണ് പറയുന്നത്. അത് ഉള്ള കാര്യമാണ്. ആ പുളി നമ്മുടെ ആ പാത്രത്തിൽ ഇങ്ങനെ കുത്തുകുത്ത് വീഴാനൊക്കെ കാരണമാവും. അതൊക്കെ ഒരു കെമിക്കലിൻ്റെ ഇതാണല്ലോ. അപ്പം നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം അപ്പോഴേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പം ഞാൻ ഇതിലാണ് വെക്കാറുള്ളത്. മിക്കവാറും എല്ലാം തന്നെ ഈ കുക്കറിൽ തന്നെയാണ് വയ്ക്കാറ്. അപ്പം ഞാനത് ഇതൊക്കെ അരിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് ഏറ്റവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്തും കുക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇത്തിരി താമസം വന്നോട്ടെ, പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എപ്പോഴും ഞാനത് എത്ര വലിയ കാര്യമാണെങ്കിലും ഞാൻ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചാൽ, ഇപ്പം വെള്ളം തിളപ്പിക്കുകയാണെങ്കിലും ഫ്ലെയിം കുറച്ച് വെക്കും. കാരണം നമ്മൾ ചിലപ്പം അടുപ്പിൽ വെള്ളം വെച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നത്. അപ്പം ഭയങ്കര തീ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അത് തിളയ്ക്കും. ഈ വെള്ളത്തിൻ്റെ കാര്യം മറന്നു പോയാലും നമ്മൾ തിരിച്ചു വരുമ്പം തിളയ്ക്കുന്ന പരുവമാകുള്ളൂ പിന്നെ ഓർക്കുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പാത്രം തന്നെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോഴും ഏറ്റവും ഫ്ലെയിം കുറച്ചേ വയ്ക്കുള്ളൂ. അതെനിക്ക് ഒത്തിരി സമയത്ത് അനുഗ്രഹമായി വന്നിട്ടുണ്ട്. കാരണം ചിലപ്പോൾ അറിയാൻ പറ്റില്ല, പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് പാത്രത്തിന് ചുറ്റും കറക്റ്റായിട്ട് നിൽക്കുന്നത്, പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇത്തിരി വലുതാക്കി വയ്ക്കും. അങ്ങനെയാണ് എൻ്റെ പാചകമൊക്കെ. എല്ലാം പെട്ടെന്നുള്ള കാര്യം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലും ടേസ്റ്റും ഒക്കെ തോന്നാനുള്ള സാധനങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ അതുകൂടെയൊക്കെ ചേർക്കണം എന്നുകൂടി ഞാൻ ചിന്തിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ആ പയറും കൂടുതൽ ചീരയൊന്നും വേണ്ട, 1 2 3 ആയിട്ട് നമ്മൾ എത്ര പയറെടുക്കുന്നോ അതിന്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് 1/4 കിലോയാണ്. ഞങ്ങൾക്ക് 2 രൂപ ഉള്ള ആവശ്യം മതിയല്ലോ. അപ്പോൾ 2 നേരം ഞങ്ങൾക്ക് 2 രൂപ സുഖമാണ്. അപ്പം അങ്ങനെ ഞാൻ ആ പയർ അത്രയും വാങ്ങിച്ച് അതിന് 2 3 ചീര വലുത് എടുക്കുക. അങ്ങനെ ഇവിടെ ഉണ്ട്, അവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതിനകത്ത് നല്ല നോക്കി ഞാൻ എടുത്ത് ഈ പയറിൻ്റെ കൂടെ തന്നെ ഇട്ട് സവാളയൊക്കെ ചേർത്ത് പച്ചമുളകും ചേർത്ത് മെഴുക്ക് പുരട്ടി എടുത്തു. അപ്പോൾ അന്ന് അവൾ കുറേ കഴിച്ചു. ഇന്ന് ഇത്തിരിയൊക്കെ ഇങ്ങനെ എടുത്ത് വായിലിട്ട്. പക്ഷെ വിശപ്പില്ലായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിപ്പില്ല. അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കൊടുത്തപ്പോൾ അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമില്ല. അതിന് മുമ്പപ്പോൾ അമൃതത്തിൻ്റെ അപ്പം ഉണ്ടാക്കും, അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഇതിങ്ങനെ ഇച്ചിരി തിന്ന് നോക്കിയിട്ട് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. എങ്കിലും പക്ഷേ അവൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനതിങ്ങനെ, പക്ഷേ ഞാനും കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ പയർ വെച്ചിട്ട് മെഴുക്കുവരട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ്, പക്ഷേ ചീരയും കൂടെ ചേർത്തപ്പോൾ എന്തോ ഒരു പ്രത്യേകതരം ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നിങ്ങളുമൊക്കെ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കും, വെറൈറ്റി ആയിട്ട്. ഇനി ഞാനിങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഓക്കെ.